ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി നിർത്തിയ ഭാഗം സ്വയമേവ സർവത പശ്യൻ മന്യമാന സ്വമദ്വയം സ്വാനന്ദാനുമ ഭുഞ്ജാന കാലം നയ മഹാമതേ. വലിയ ജ്ഞാനം ലഭിച്ച ആളെ ശിഷ്യ എന്നാണ് വിളിച്ചത്. വലിയ ജ്ഞാനം ലഭിച്ച ശിഷ്യ എന്നാണ് വിളിച്ചത്. ഇനി നീ ഈ തത്വമെല്ലാം മനസ്സിലാക്കി രണ്ടാമതൊന്നില്ല, ഒന്നേ ഉള്ളൂ, സർവം ബ്രഹ്മമയം എന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കൂ എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തിയത്. അടുത്ത ശ്ലോകം ഇതി ശ്രുത്വാ ഗുരോർവാക്യം പ്രശ്രയേണ കൃതാനതിഃ സതേന സമാനുജ്ഞാതോ യയൗ നിർമുക്തബന്ധനഃ. ഇതി ശ്രുത്വാ ഗുരോർവാക്യം പ്രശ്രയേണ കൃതാനതിഃ സതേന സമാനുജ്ഞാതോ യയൗ നിർമുക്തബന്ധനഃ. എന്താ പറയുന്നത് നോക്കാം. ഇതുവരെ ഗുരു പറഞ്ഞു, ഗുരു പറഞ്ഞതായിട്ടും ശിഷ്യം പറഞ്ഞതായിട്ടും പല കാര്യങ്ങളെയും ഗുരു പറഞ്ഞു. നമ്മൾ അതാണ് പഠിച്ചത്. പല ശ്ലോകങ്ങളും ചിലത് ഗുരു പറഞ്ഞതായിട്ട്, ചിലത് ശിഷ്യൻ ചോദ്യം ചോദിക്കുന്നതായിട്ട്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയത്. ഇനി എന്താണ് നടന്നത് എന്ന് ആചാര്യസ്വാമി പറയാണ്. എന്താണ് നടന്നത്? ഇത്രയും സമയം നടന്നത് എന്താണ്? ഈ വിവേക ചൂടാമണിയിൽ എന്തൊക്കെയാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ നടന്നത് എന്നതിനെ ഒരു ചുരുക്കി പറയുകയാണ് അദ്ദേഹം. ഈ വിധം ഇതി ശ്രുത്വാ ഗുരോർ വാക്യം, ഗുരോഹോ ഇതി ഗുരോഹോ വാക്യം ശ്രുത്വ. ഇങ്ങനെ ഗുരുവിന്റെ വാക്ക് കേട്ടിട്ട് എങ്ങനെയാ? അപ്പോ നേരത്തെ 7 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് ഗുരു വിശദമായിട്ടുള്ള മറുപടികൾ പറഞ്ഞു. ബ്രഹ്മജ്ഞാനത്തിനുള്ള വഴിയൊക്കെ വളരെ വിശദമായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ഈ വിധം ഗുരോർ വാക്യം, ഗുരോഹോ വാക്യം ശ്രുത്വ, ഗുരുവിന്റെ വാക്ക് കേട്ടിട്ട് പ്രശ്രയേണ എന്ന് പറഞ്ഞാൽ വിനയത്തോടെ, ആദരവോടെ, അത്യധികം വിനയത്തോടെ, ആദരവോടെ, പ്രശ്രയേണ കൃതാനതിഹി നമസ്കരിച്ചവനായി തീർന്നു. കൃതാനതിഹി നമസ്കരിച്ചവനായി തീർന്നു. നദി എന്ന് പറയാ, നതിഹി എന്ന് പറയാൻ വണങ്ങുക. കൃതാനതിഹി നമസ്കരിച്ചവനായി തീർന്നു. ഇതുവരെയുള്ള ഉപദേശമൊക്കെ കേട്ടിട്ട്, ഗുരുവിന്റെ വാക്കൊക്കെ കേട്ടിട്ട് ഏറ്റവും അധികം വിനയത്തോടെ, ഏറ്റവും വലിയ നമ്മുടെ എന്താ പറയാ, ആത്മീയ പഠനത്തിന് ഏറ്റവും അത്യാവശ്യം വിനയമാണ്. എപ്പോഴും ഗുരുനാഥന്മാര് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരുടെ അടുത്തും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ഉപരി ആത്മീയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, ഏതായിക്കോട്ടെ, ഭാഗവതമോ പുരാണങ്ങളോ എന്തായിക്കോട്ടെ, ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ മാറാനായിട്ട് ഒരാളെ സമീപിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അത്യധികം വിനയത്തോടു കൂടി ആയിരിക്കണം എന്ന് പറയുന്നു. എന്നാൽ മാത്രമേ ആ മനസ്സിലേക്ക് ആ ഗുരുവിൽ നിന്നുള്ള വാക്കുകൾ നല്ല രീതിയിൽ ഒറ്റ പ്രാവശ്യം കേട്ട അപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മളൊന്നും അറിയാത്തവനായി വിനയാന്വിതനായി ഇരുന്നാലേ നമ്മളിലേക്ക് ആ അറിവ് വരുള്ളൂ. ഒരു സ്വല്പം എങ്കിലും എനിക്കത് അറിയുന്നതാണ് ഗുരു, ഒരു പക്ഷെ അറിയുന്നത് തന്നെയായിരിക്കും ഗുരു പറയുന്നത്. പക്ഷെ അറിയാത്ത രീതിയിൽ അതിനെ ഉൾക്കൊള്ളണം, ഗുരുവിനിൽ നിന്ന് കിട്ടുന്നതായിട്ട് ഉൾക്കൊള്ളണം.
മറ്റേ നമ്മൾ വേറെ എവിടെയെങ്കിലും വായിച്ചോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിരിക്കാം. പക്ഷെ അതിനെ അവിടെ നിർത്തിക്കൊണ്ട് ഇതെനിക്കറിയാവുന്നതാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കാനേ പാടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗുരുവിൽ നിന്നുള്ള എന്താ പറയാ ഗുരുവിൽ നിന്ന് ഇങ്ങനെ പകർന്നു കിട്ടുന്നത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒന്നും അറിയാത്തവനായിട്ട് തന്നെ ഗുരുവിന്റെ അടുത്തിരിക്കണം. അദ്ദേഹം പറയുന്നതിനെ അതേപോലെ ഉള്ളിലേക്ക് നമ്മൾ സംക്രമിപ്പിക്കണം. എന്നാലേ ആ ശക്തിയോടുകൂടി ആ സന്ദേശം നമ്മുടെ ഉള്ളിൽ വരുള്ളൂ, പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ. അപ്പൊ അതുപോലെ ഗുരുവിന്റെ വാക്കിനെ അതുപോലെയാണ് ഈ ശിഷ്യൻ കേട്ടത്. എല്ലാം കേട്ടു വളരെ നന്നായിട്ട് വിനയത്തോടെ ആദരവോടെ കേട്ടു. എന്നിട്ടോ തേന സമനുജ്ഞാത യയൗ നിർമുക്തബന്ധന. നിനക്ക് ഇപ്പൊ വേണ്ട അറിവൊക്കെ തന്നു കഴിഞ്ഞു, വേണ്ട അറിവൊക്കെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നീ ഇവിടെ താമസിക്കണമെന്നില്ല എന്നാണ് ഗുരു പറയുന്നത്. ഗുരു പറയാണ്, നിനക്ക് വേണ്ട അറിവുകളൊക്കെ തന്നു കഴിഞ്ഞു, ഇനി ഇവിടെ താമസിക്കണമെന്നില്ല, നിനക്ക് യാത്രയാകാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം. എങ്ങനെയാണ്? ഗുരുവിന്റെ അടുത്ത് പഠിക്കാവുന്നതൊക്കെ പഠിച്ചു, ഗുരു ആജ്ഞ തരും, അനുജ്ഞ തരും പൊക്കോളാനായിട്ട്. ഇനി കുഴപ്പമില്ല, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, ഇനി നിനക്ക് പോകാം. പോയിട്ട് എന്ത് ചെയ്യണം? വേറെ ധാരാളം പേർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ജീവിതത്തിൽ നിഷ്ഠയാക്കണം. ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിഷ്ഠയായിട്ട് ജീവിച്ചുകൊണ്ട് ഒരു ഗുരുകുലമൊക്കെ തുടങ്ങി ആവശ്യമുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ആ ജീവിതം സാർത്ഥകമാവും. അത് നിർബന്ധമാണ്. പഠിച്ചത് പഠിപ്പിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സ്പിരിച്വാലിറ്റിയിൽ അത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പൂർണ്ണത കൈവരില്ല. ആരെങ്കിലും ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം നമ്മൾ പഠിച്ച കാര്യം. ആരെങ്കിലും കാണുമല്ലോ, വീട്ടിൽ ആരെങ്കിലും, പുറത്തൊന്നും പറ്റില്ലെങ്കിലും വീട്ടിൽ ആരോടെങ്കിലും അവരോട് അത് പറഞ്ഞു കൊടുക്കണം, അവർ മനസ്സിലാക്കിപ്പിക്കണം. ആത്മീയത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. നമ്മൾ പഠിച്ച് മാത്രം പോയാൽ പോരാ, നമ്മൾ അടുത്ത ആൾക്ക് അത് പകരണം, ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കണം. അങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത്. എത്രയോ ഗുരുക്കന്മാർ അതിനു വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയാണ് നിലനിൽക്കുന്നത്. ആ നിലനിർത്തേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണ്? നമുക്കുള്ള ഡ്യൂട്ടിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണത്. ഈ നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ടത്, ഗുരുപരമ്പരയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്യണം. ഒരാൾക്കെങ്കിലും നമ്മൾ അത് പകർന്നു കൊടുക്കണം. അപ്പോ നിനക്കിനി യാത്രയാകാം എന്ന് ഗുരു പറയുന്നു. സഹ അവൻ, തേന ഗുരുവിനാൽ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, തേന ഗുരുവിനാൽ, സമനുജ്ഞാത അനുമതി ലഭിച്ചവനായി, സമനുജ്ഞാത അനുമതി ലഭിച്ചവനായി, യയൗ യാത്രയായി. ഗുരുവിനാൽ അനുമതി ലഭിച്ചവനായി യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു അനുവാദം തന്നു, പൊക്കോളാൻ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിട്ടുണ്ട്, നീ സന്തോഷമായിട്ട് പോകൂ എന്ന് ഗുരു പറഞ്ഞിട്ടേ പോകാവൂ. ആശ്രമത്തിൽ നിന്ന് ഗുരുവിന്റെ ആദേശമില്ലാതെ കൊണ്ട് പോകാൻ പാടില്ല. ഗുരു പറഞ്ഞിട്ടേ ആശ്രമത്തിൽ നിന്ന് പോകാവൂ. ഗുരുവിനറിയാം ഇവൻ പോകാറായോ, പുറത്തു പോയാൽ ഇവൻ ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുമോ, ഇവന് പിടിച്ച് ലൗകികത്തിലേക്കാണല്ലോ പോകുന്നത്. സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി കഴിയുമ്പോൾ ഇവന് ഈ ആചാരങ്ങളും ഈ നിഷ്ഠകളും ഒക്കെ വെച്ചുകൊണ്ട് ഇവന് നിൽക്കാൻ പറ്റുമോ, അതിനുള്ള കപ്പാസിറ്റി ഇവനായിട്ടുണ്ടോ എന്നൊക്കെ ഗുരുവിനറിയാം. അപ്പോ ഇവിടെ ഗുരു പറയാണ്, നിനക്ക് വേണ്ട ഉപദേശമൊക്കെ തന്നു കഴിഞ്ഞു. നീ നേരത്തെ വിളിച്ചല്ലോ ഗുരു നല്ല രീതിയിൽ ഒരു സംബോധന ചെയ്തു. എന്താണ് സംബോധന ചെയ്തേ? മഹാമതേ എന്ന് വിളിച്ചു. കാലം നയ മഹാമതേ എന്ന് പറഞ്ഞില്ലേ, വലിയ ജ്ഞാനം ലഭിച്ചവനെ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവിന് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം ഇവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഗുരു പറഞ്ഞു, പൊക്കോളൂ, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, ഇവിടെ നിന്ന് യാത്രയാകാം. അങ്ങനെ പറഞ്ഞപ്പോ അവൻ അവിടുന്ന് യാത്രയായി. എങ്ങനെ? നിർമുക്ത ബന്ധന, ബന്ധമോചിതനായിട്ട്. അവിടെയാണ് നിന്റെ കാര്യം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധമോചനം. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചനം. ആർക്ക്? ശാരീരികമായിട്ട് കാണുന്ന രീതിയിലല്ല, മാനസികമായിട്ട് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് പോകാം. ബന്ധമോചിതനായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ, ബന്ധനസ്ഥനായിട്ട് പോയാൽ പറ്റില്ല. ബന്ധമോചിതനായിട്ടാണ് പോണത്. ഉള്ളില് എല്ലാം അറിയാം, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല എന്നെല്ലാം വ്യക്തമായിട്ട് അറിയാം. പക്ഷെ പ്രാരബ്ധം വഴിക്ക് ശരീരം കിട്ടിയിട്ടുണ്ട്. ശരീരത്തിന്റെ അലോട്ട് ചെയ്ത് നമുക്ക് അനുവദിച്ചു തന്ന സമയം തീരുന്നിടം വരെ ഈ ശരീരത്തിൽ ഇരുന്നേ പറ്റുള്ളൂ. ശരീരത്തിൽ നിന്ന് തനിയെ വിടിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല. അപ്പോൾ നമ്മൾ ശരീരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കാലം കഴിക്കണം, മുന്നോട്ട് പോകണം. അതേസമയം വ്യവഹാരത്തിൽ പോകുമ്പോൾ പലർക്കും പല രീതിയിലും തോന്നാം നമ്മളെ കുറിച്ച്. അത് സാരമില്ല,
നമ്മുടെ ഉള്ളിലായിരിക്കണം ഈ ജ്ഞാനം. പുറത്ത് നമുക്ക് ആ ജ്ഞാനം കാണിക്കാൻ പറ്റില്ല, കാണിക്കേണ്ട കാര്യമില്ല. ഉള്ളില് ഈ ജ്ഞാനമുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലല്ലോ ഈ ജ്ഞാനം. ഈ ജ്ഞാനം അവനവന് ഈശ്വരപ്രാപ്തി, അവനവന് മോക്ഷം കിട്ടാനാണ്. അതുകൊണ്ട് ഇത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളില് മെല്ലെ മെല്ലെ ഈ ബന്ധവിമുക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം പതുക്കെ പതുക്കെ നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകണം. മെല്ലെ മെല്ലെ, പുറത്ത് പറയണ്ട, അകത്ത് ആകാലോ. അകത്ത് തീർച്ചയായിട്ടും അകത്തറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട്. നമുക്ക് ഇത്രയും പ്രായമായില്ലേ, നമ്മൾ ഇനി അത് നന്നായിട്ട് ഉള്ളിൽ നമ്മൾ കണക്കാക്കണം. ഞാൻ ഈ ശരീരമൊന്നുമല്ല. എത്രയോ ജന്മങ്ങളിൽ ഇതേപോലെ ഞാൻ പല ശരീരവും എടുത്തിട്ടുണ്ട്. എത്രയോ കുട്ടികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ഞാൻ മകനായിട്ടും മകളായിട്ടൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എത്രയോ ബന്ധുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ ദേശങ്ങളിൽ ഞാൻ ജനിച്ചിട്ടുണ്ട്. എത്രയോ ദേശങ്ങളിൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് പിന്നെയും പിന്നെയും ശരീരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോ എന്റെ ലക്ഷ്യം ഇനി ശരീരം കിട്ടാതിരിക്കാനാണ്, ഇനിയൊരു ജനനം ഇല്ലാതിരിക്കാനാണ്. അതുകൊണ്ട് ഈ ജന്മം എന്റെ അവസാനത്തെ മരണമായിരിക്കണം. ഈ ശരീരം ഉപേക്ഷിക്കുന്നത് ലാസ്റ്റ്. ഇനി എനിക്ക് ശരീരമേ വേണ്ട, ശരീരം കിട്ടില്ല, കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതിൽ നിന്നൊക്കെ ഞാൻ മാറുകയാണ് എന്ന് നിരന്തരം ശ്രദ്ധിച്ച് ഓരോ ഇന്ദ്രിയത്തിന്റെയും ആഗ്രഹത്തെ വേണ്ട. കണ്ണുകൊണ്ട് എനിക്കൊന്നും കാണാനില്ല, മൂക്കുകൊണ്ട് എനിക്ക് ഇനി ഗന്ധമൊന്നും ആസ്വദിക്കാനില്ല, ചെവി കൊണ്ട് ഇനി എനിക്കൊന്നും ആസ്വദിക്കാനില്ല, നാക്കുകൊണ്ട് ഇനിയൊന്നും ആസ്വദിക്കാനില്ല. ഇങ്ങനെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എനിക്കിത് കൊണ്ടൊന്നും നേടാനില്ല, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ആത്മ അനാത്മ വിചാരം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്നതൊഴികെ ബാക്കി എല്ലാം അനാത്മാവാണ്. എല്ലാം സർവ്വതും അനാത്മാവാണ്. അതെല്ലാം നാശിക്കുന്നത്, നാശമുള്ളതാണ്. നാശമില്ലാതെ എനിക്ക് നാശമില്ല, അത് ഓർക്കണം. ഞാൻ എന്നും ഉണ്ടാകും, ഞാൻ നശിക്കില്ല, ഞാൻ മരിക്കില്ല, ഞാനല്ല മരിക്കുന്നേ, ഞാൻ മരിക്കില്ല, ഞാനുണ്ട്. അതിലേക്ക് എത്തണം, ഉറപ്പിക്കണം മനസ്സിൽ. ഞാൻ മരിക്കില്ല, ഉറപ്പിക്കണം. ആരോടും പോയി പറയാൻ പോയാൽ നേരെ ആശുപത്രിയൊക്കെ ഉണ്ടാക്കും, സുഖമില്ലാത്ത സൈക്കാട്രിസ്റ്റിനെ കൊണ്ടാ കാണിക്കും. പറയാനല്ല, ഉള്ളില് ഇത് അറിയണം. ഉള്ളില് ഇതറിയാം, ആരോടും പറയാനല്ല, അവന്റെ ഉള്ളിൽ അറിയണം. ഞാൻ മരിക്കുന്ന ഒരു തത്വമല്ല, ഞാൻ എപ്പോഴും ഉണ്ടാകും. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മരണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോ വിവേക ചൂടാമണിയും തത്വബോധവും ഉപനിഷത്തുകളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്ന ആ ഒരു ബോധം, ആ ഒരു ശക്തി, അതാണ് ഞാൻ. അത് സത് ആണ്, ചിത് ആണ്, ആനന്ദമാണ്. അതിനൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആചാര്യസ്വാമികള്. അതിനെയൊക്കെ വീണ്ടും വീണ്ടും കേൾക്കും. ഒരു പ്രാവശ്യമൊന്നും ചൂടാമണിയോ തത്വബോധമോ ഒന്നും പഠിച്ചാൽ ഒന്നും ആകത്തില്ല. കുറേ പ്രാവശ്യം വീണ്ടും 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 ഇത് കേൾക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലും നമ്മളിത് പ്രാക്ടിക്കലി നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മായയുടെ ശക്തി അതുമാത്രം ശക്തിയാണ്. എത്രയോ ജന്മങ്ങളായിട്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചല്ലേ വന്നിരിക്കുന്നത്. എത്ര ജന്മം കണക്കില്ല. അത്രയും ജന്മങ്ങളിൽ ഞാൻ ഈ ശരീരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് വായിക്കുന്നതിന് മുന്നും നമ്മൾ അങ്ങനെയാണല്ലോ ഫുള്ളായിട്ടും വിചാരിച്ചിരുന്നത്. ഈ വായന ഒറ്റ പ്രാവശ്യം വായിച്ചതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പതുക്കെ 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 ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കി 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 മെല്ലെ മെല്ലെ നമ്മൾ ഈ പുതിയ വഴിയിലോട്ട് നീങ്ങി വരണം. അങ്ങനെ ആ ശ്ലോകത്തില് ഈ നമ്മുടെ ശിഷ്യൻ ബന്ധവിമുക്തനായിട്ടാണ്, ബന്ധങ്ങളിൽ നിന്നെല്ലാം മോചിതനായി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അവന്റെ ആ മഹാമത എന്ന് വിളിച്ചപ്പോ തന്നെ അതെല്ലാം മനസ്സിലായി. അങ്ങനെ ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുകയാണ്. ഇനി അടുത്തത് ഗുരുവിന്റെ മാനസിക നിലയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം കൂടെ അടുത്തതായിട്ട് വരുന്നത് 106-ാമത്തെ ശ്ലോകം. ഗുരുരേവം സദാനന്ദ സിന്ധൗ നിർമഗ്നമാനസഃ പാവയൻ വസുധാം സർവാം വിചചാര നിരന്തരഃ. ഗുരുരേവം സദാനന്ദ, ചില ബുക്കിൽ ഗുരുരേഷ എന്ന് കാണും. ഗുരുരേഷ സദാനന്ദ. സിന്ധൗ നിർമഗ്നമാനസഃ പാവയൻ വസുധാം സർവാം വിചചാര നിരന്തരഃ. ഗുരുവിന്റെ മാനസിക നിലയെ വർണ്ണിക്കുകയാണ് ഇവിടെ ആചാര്യസ്വാമികള്. ശിഷ്യൻ പോയല്ലോ, ആശ്വാസമായി എന്ന് വിചാരിക്കാൻ പാടുവോ? ശിഷ്യൻ പോയി ആശ്വാസമായി എന്ന് വിചാരിച്ചാലോ? അതിന്റെ അർത്ഥം എന്താ? ആ ശിഷ്യൻ മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തവനായിരുന്നു, ഞാൻ എങ്ങനെയൊക്കെയോ അവനെ കുറെ നാൾ കൊണ്ടു നടന്നു, അത്രയേ ഉള്ളൂ എന്നൊരു ചിന്താഗതിയാവും. അതുകൊണ്ട്
ശിഷ്യൻ പോയല്ലോ ആശ്വാസം എന്നല്ല ഗുരുവിന്റെ മനസ്സിലുണ്ടാകണ്ടേ എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ വിചാരിച്ചാൽ എന്താണ് ഉടനെ സംഭവിക്കുന്നത്? അവനെ കൊണ്ട് ഞാൻ മടുത്തു, അവൻ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ബുദ്ധിയില്ലാത്തവനായിരുന്നു എന്നൊക്കെയുള്ളൊരു വെർഷനിലായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ. അങ്ങനെയല്ലല്ലോ. ഗുരു സങ്കടപ്പെട്ടാലോ അതിന്റെ അർത്ഥം, അയ്യോ എന്റെ ശിഷ്യൻ പോയല്ലോ ഭഗവാനെ, അവൻ ഇനി വീട്ടിൽ പോവാണല്ലോ, ഇനി ഇവിടെ അവൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടാലോ, അത് അതിലും വലിയ പ്രശ്നം. എന്താ കാരണം? അപ്പൊ ഗുരുവിന് തന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് വന്നില്ലേ? ആരോടോ ആയിക്കോട്ടെ, ശിഷ്യനോട് അറ്റാച്ച്മെന്റ് പാടുവോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് പാടില്ല. ഗുരു എന്താ കഴിഞ്ഞതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞേ? ഏകം, ഒന്നേ ഉള്ളൂ, ഞാനും നീയും ഇനി ഇല്ല, ഒറ്റ ഉള്ളൂ, ഇനി ഒരേ ഉള്ളൂ ഇവിടെ ബ്രഹ്മം മാത്രം, അദ്വൈതം, എല്ലാം ഒന്നേ ഉള്ളൂ, രണ്ടില്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞിട്ടാണ് പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നത്. മഹാമതേ എന്ന് വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പൊ എന്താ അങ്ങനെ ഗുരു സങ്കടപ്പെട്ടാൽ പറ്റുമോ? അയ്യോ ശിഷ്യൻ പോകണമല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാൽ ഈ പറഞ്ഞതെല്ലാം വെറുതെയായി, പക്വതയില്ലാത്ത ഗുരുവായി മാറും. മാത്രമല്ല അങ്ങനെയുള്ളൊരു ഗുരു ഉപദേശിച്ചാൽ ആ ശിഷ്യന് ഉപദേശം ഉള്ളിൽ പോകുമോ? ഉള്ളിൽ കിടക്കുമോ? ഇല്ല. ആചരിക്കുന്നവൻ ഉപദേശിച്ചാലേ ഉപദേശം മുന്നിൽ പോകുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നു, എത്രയോ ഭഗവത്ഗീത ജ്ഞാനയജ്ഞങ്ങൾ നടക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നു. എന്തേ പരിവർത്തനം ഉണ്ടാകാത്ത? പരിവർത്തനം ഉണ്ടാകാത്തതിന്റെ മെയിൻ കാര്യം ആചാര്യന്മാര് പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കുന്നവരല്ലാത്തത് കൊണ്ടാണ്. എല്ലാ ആചാര്യന്മാരിപ്പോ കുറെ പേര് അനുഷ്ഠിക്കുന്നവരുണ്ട്, അവിടെ പോകുന്നവർക്ക് ഗുണം കിട്ടുന്നുണ്ട്. അനുഷ്ഠിക്കാത്തവർ വെറുതെ കുറെ ആർഭാടമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ച് സപ്താഹമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന ആർക്കും പ്രയോജനം കിട്ടുന്നില്ല. എത്രയോ വർഷങ്ങൾ ഒരേ അമ്പലത്തിൽ തന്നെ പിന്നെയും നടക്കുന്ന കാണാം. ഒരാൾക്കെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടായതായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇതാണ്, അവിടെ ശ്രദ്ധയെല്ലാം വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ആ ഗുരുവാണെങ്കിൽ ഇത് പറയണമെന്നല്ലാതെ സ്വന്തം ജീവിതത്തിൽ ആചരിക്കാത്ത ഗുരുവായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നടക്കില്ല, ഇത് വർക്ക് ചെയ്യത്തില്ല, മറ്റുള്ള മനസ്സിലേക്ക് ഇത് പ്രവേശിക്കില്ല. നല്ല ഒരു ആചാര്യനാണെങ്കിൽ, ആ ആചാര്യൻ അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. അതാണ് ശരിക്കും വാക്കിന്റെ ശക്തി അവിടെയാണ്, അപ്പോഴേ അത് വരുള്ളൂ. അപ്പോ ത്രികരണ ശുദ്ധി ഇല്ലാതെ കണ്ട് പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ത്രികരണ ശുദ്ധി വേണം. ത്രികരണ ശുദ്ധി വേണം. മനസ്സിൽ ചിന്തിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, പറയുന്നതൊന്ന് ആകരുത്. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മൂന്നും ഒന്നായിരിക്കണം, നിർബന്ധമാണ്. ആത്മീയപാതയില് വളരെ കണിശമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെ ആയിരിക്കണം, ഒരു തരത്തിലും മാറ്റാൻ പാടില്ല. ഇപ്പൊ കാണുന്നത് എങ്ങനെയാ? പലതും കാണുന്നത് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. വലിയ പ്രഭാഷണങ്ങൾ നടത്തും, സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വേറൊന്ന്. പിന്നെ നേരെ മുമ്പിൽ കാണുമ്പോൾ ചിന്തിക്കുന്നത് വേറൊന്ന്, അയാളോട് പറയുന്നത് വേറൊന്ന്. ചിന്തിക്കുന്നതല്ല പറയുന്നേ. പല സന്ദർഭങ്ങളിലും അങ്ങനെ നമുക്ക് സംഭവിക്കാം. പല സന്ദർഭങ്ങളിലും നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരാളുടെ പ്രീതി പഠിച്ചു വിറ്റാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരാളുടെ വാത്സല്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചതല്ലാത്ത കാര്യങ്ങളെ പറയും. ചിന്തിച്ചത് വേറെ ആയിരിക്കും, പറയുന്നത് വേറെ ആയിരിക്കും. ഒരിക്കലും അങ്ങനെ വരരുത്. അലോഹ്യമുള്ള കാര്യമാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അപ്പൊ അതിന് നമ്മുടെ ഏറ്റവും വഴി എന്താ? അതിനാണ് സമദർശനം. സമദർശനം ഉണ്ടായാൽ ഈ പ്രശ്നമേ ഇല്ല. നമ്മൾ ഇതിലൊന്നും ഇവിടെ എന്താ, ഭഗവാൻ ഇവിടെ ഒരു നിയമം വെച്ചിട്ടുണ്ട്. എന്താണത്? ഒരു കർമ്മതത്വം ഇവിടെ ഇല്ലേ? വളരെ ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കർമ്മതത്വം. കർമ്മതത്വം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്നതെല്ലാം എൻ്റെ കർമ്മം അനുസരിച്ചുള്ളതാണ്. ഞാൻ വന്ന് ജനിച്ചിരിക്കുന്ന സ്ഥലവും എൻ്റെ കർമ്മം അനുസരിച്ചാണ്. ഞാൻ വന്ന് ജനിച്ചിരിക്കുന്ന കുടുംബം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കർമ്മം അനുസരിച്ചാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവായിട്ട് വന്നിരിക്കുന്ന ആള് എൻ്റെ കർമ്മം അനുസരിച്ചാണ്. എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കർമ്മം അനുസരിച്ചാണ്. ഉണ്ടാകുന്നില്ലെങ്കിൽ അതും കർമ്മം കൊണ്ടാണ്. എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ കർമ്മം, എത്രയോ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ, ഇതിന്റെ എല്ലാം കൂട്ടായ്മയാണ് ഇവിടെ. എല്ലാവർക്കും പരസ്പരം ബന്ധം കാണും. കർമ്മബന്ധം ആയിട്ടേ ഇവിടെ എന്തും നടക്കൂ.
എല്ലാവർക്കും പരസ്പരം ബന്ധം കാണും. ഭാര്യയായിട്ട് വരുന്ന ആൾക്ക് ഭർത്താവുമായിട്ട് പൂർവ്വജന്മ ബന്ധം കാണും. എല്ലാം ആ ഒരു കർമ്മമായിട്ട് ലിങ്ക് ഇല്ലാതെ കണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. കൊടുക്കാനും മേടിക്കാനും തിരിക്കാനും ഒക്കെ കാണും. കടം മേടിച്ച് കാണും, കടം കൊടുക്കാൻ കാണും, സ്നേഹം മേടിച്ച് കാണും, തിരിച്ച് സ്നേഹം കൊടുത്ത് കാണില്ല. ഇങ്ങനെ പലതും കാണും, ഒരുപാട് കാണും. ഭക്ഷണം അന്നം മേടിച്ച് കാണും, അന്നം തിരിച്ചു കൊടുത്ത് കാണില്ല. ഒരു കാര്യം എന്നല്ല, ഇപ്പൊ നമ്മൾ ഈ ലോകത്തെ കാണുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതായിരിക്കും. കർമ്മം കൊണ്ട് അതാണ് ഭഗവാന്റെ ലോ ഓഫ് കർമ്മ. അതാണ് ശരിക്കും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് സംസാര ദുഃഖം വരില്ല. ദുഃഖം വരുന്നത് എന്തുകൊണ്ടാ? അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തോന്നുന്നല്ലേ, അതല്ലേ സങ്കടം വരുന്നത്. എനിക്കിങ്ങനെ വന്നല്ലോ, അതല്ലേ സങ്കടം. എനിക്കിങ്ങനെ വരാൻ കാരണം എന്റെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് വിചാരിക്കുമ്പോൾ ആശ്വാസമാവും മനസ്സിന്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, ഒരു പ്രായച്ചിത്തം മനസ്സിൽ തോന്നും. അപ്പൊ എന്താ, ഇനി അങ്ങനെ സംഭവിക്കത്തില്ല, ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, എനിക്കിനി പാപം ഞാൻ കൂട്ടി വെക്കില്ല. പിന്നെ പാപം ഉള്ളത് മാറ്റാൻ എന്താ വഴി? അപ്പോ നമുക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ എല്ലാം കർമ്മബന്ധമായിട്ട് നടക്കുന്നതാണെങ്കിൽ എനിക്ക് ചോയ്സ് ഇല്ലല്ലോ, എനിക്ക് ഫ്രീ വിൽ ഇല്ലല്ലോ എന്നൊരു പറയും. ഫ്രീ വിൽ ഉണ്ട്. ഓരോ കർമ്മം കഴിയുമ്പോഴും നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ. ഒരു സുഖം കഴിഞ്ഞാൽ അടുത്ത സുഖം വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സുഖം കഴിഞ്ഞാൽ അടുത്ത ദുഃഖം വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിങ്ങനെ സമയം നമ്മുടെ കയ്യിലുണ്ട്, സംശയമൊന്നുമില്ല. ആ സമയത്ത് ഈശ്വരനാമം, അവിടെയാണ് നാമത്തിന്റെ മാഹാത്മ്യം, നാമമാഹാത്മ്യം, ഭജനമാഹാത്മ്യം. നാമത്തെ എപ്പോഴും നാമം ചൊല്ലുക. പറ്റുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ നാമം ചൊല്ലിക്കൊണ്ട് ജോലി ചെയ്താൽ നല്ലതെന്ന് പലരും പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു സമയത്ത് ഒന്നിലേ ശ്രദ്ധിക്കാൻ പറ്റൂ, ഒരു സംശയമില്ല. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഒരു സമയത്ത് ഒന്നിലേ ശ്രദ്ധിക്കാൻ പറ്റൂ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതിലേ ശ്രദ്ധ പറ്റുള്ളൂ. നാമം ജപിച്ചാൽ നാമത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ നമ്മൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ വേണ്ട ജോലി കഴിഞ്ഞാൽ അടുത്ത സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ നാമത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. ആ നാമത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ഒന്ന് ഉറപ്പിച്ചാൽ മതി. മറ്റേത് കയ്യിലില്ലാത്തതിനെ കൊണ്ടുവന്ന് ഉറപ്പിക്കേണ്ടി വരും. ആ രണ്ട് വ്യത്യാസങ്ങൾ ഇത് തമ്മിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും നാമം ചൊല്ലണം എന്ന് പറയുമ്പോൾ വേറൊരു ഗുണം കൂടെ അതിനകത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കാറുണ്ടല്ലോ, തീർച്ചയായിട്ടും ആലോചിക്കാറുണ്ട്. അതിന്റെ ഒരു ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ് നാമം ചൊല്ലാനിരുന്നാൽ മതി. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, കാണാപാഠം പഠിച്ചിട്ടുള്ളവര് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഒന്ന് നോക്കുക, നാളെ മുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു ചെറിയൊരു പേനയും പെൻസിലും കയ്യിൽ വെച്ചോളുക. എന്തെല്ലാം കാര്യങ്ങളാണ് ആ സമയത്ത് മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ഒരു ബുക്കൊന്നും മതിയാവില്ല, എത്രയോ ബുക്കുകൾ വേണ്ടി വരും. വിഷ്ണു സഹസ്രനാമം തീരുമ്പോഴത്തേക്കും 15 മിനിറ്റ് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാം. അത് തീരുമ്പോഴത്തേക്കും 10,000 ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോയിരിക്കും. എങ്ങനെയുള്ളപ്പോ ബൈഹാർട്ടായിട്ട് ചൊല്ലും. ബൈഹാർട്ടാണ് നല്ലതെന്ന് എല്ലാവരും പറയുമല്ലോ. പുസ്തകം നോക്കണ്ട, ബൈഹാർട്ട് ചൊല്ലും. ബൈഹാർട്ട് ചൊല്ലാം. ബൈഹാർട്ട് ചൊല്ലുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോ ബൈഹാർട്ട് ചൊല്ലുമ്പോഴേക്ക് എന്താവണം, ഇതിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം വന്ന് ആ അർത്ഥത്തിലുള്ള നാമരൂപത്തെ മനസ്സിൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം, ഇങ്ങനെ ഓരോന്നും കണ്ടുകൊണ്ട് ആ നാമത്തിലെ നാമിയെ കണ്ടുകൊണ്ട്, ആ നാമവും നാമിയും ഒന്നാണ്, നാമത്തിലെ നാമിയെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വേറെ ചിന്തകളൊന്നും വരാതിരിക്കാം ശ്രമിക്കാം. അല്ലെങ്കിൽ എല്ലാം ചിന്തകളാ, വേറെ ചിന്തകളാ. അതേസമയം പുസ്തകം നോക്കി ചൊല്ലുമ്പോ അവിടെ നമ്മുടെ കണ്ണ് പുസ്തകത്തിൽ തന്നെയായിരിക്കും, അക്ഷരത്തിൽ തന്നെയായിരിക്കും. അപ്പോ വേറെ കണ്ണുകൊണ്ട് പുറത്തത് കണ്ണുകൊണ്ട് അയാൾ നടക്കുന്നു, ഇയാൾ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റേ സംഭവം എന്താ പറഞ്ഞ പുറത്ത് കാഴ്ചകൾ കാണുന്നു, അല്ലെങ്കിൽ ടി വി വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടി വിയിലേക്ക് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ണെങ്കിലും ഇവിടെ ഉറച്ചു നിൽക്കും. കണ്ണുറച്ചു നിൽക്കുമ്പോൾ ഇനി അടുത്തത് എന്താ, വാക്കും കൂടെ ഉറക്കും. വാക്കും ഇതിനകത്ത് ഉറച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചെവിയാണ് സ്വല്പം പ്രശ്നമുള്ളത്. അപ്പൊ സ്വല്പം ഉറക്കനം ജപിക്കുക. സ്വല്പം ഉറക്കനം ജപിക്കുമ്പോൾ നമ്മുടെ തന്നെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് വരുമ്പോൾ മറ്റു ശബ്ദത്തെ കേൾക്കാതിരിക്കാൻ കുറേയൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പിന്നീട് ധ്യാനത്തിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ധ്യാനമൊക്കെ കണക്കാം. ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, ധ്യാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നു. തീരുമാനങ്ങൾ എടുക്കുന്നത് പലരും പല കാര്യങ്ങളുടെയും തീരുമാനമെടുക്കുന്നത് ധ്യാനത്തിലാണ്. ധ്യാനം കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ പറയുന്നത്, ഞാനേ ഒരു കാര്യം ഇപ്പോഴാ എനിക്കിത് തീരുമാനത്തിൽ എത്താൻ പറ്റിയ എന്ന് പറയും.
അപ്പൊ എന്തായി? അത് ഈശ്വരധ്യാനമല്ലായിരുന്നു, ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ള ധ്യാനമായിരുന്നു. ഏത് കാര്യത്തിനും ശ്രദ്ധയോടെ ഇരിക്കണമല്ലോ. ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷന് വേണ്ടിയിരുന്നു ആ സൊല്യൂഷൻ കിട്ടി. അല്ലാതെ അതിനെ ഒരു ഈശ്വരധ്യാനമായിട്ടും ഭഗവത് ധ്യാനമായിട്ടൊന്നും എടുക്കണ്ട. എളുപ്പമല്ലേ ധ്യാനത്തിലേക്ക് ഇരിക്കുക? ഇപ്പൊ വലിയ ധ്യാന പ്രാക്ടീസ് ഒക്കെ വലിയൊരു ഫാഷനാണ്. അതൊക്കെ വെറുതെ, ഒന്നും നടക്കില്ല. പിന്നെ ആ സമയം വേറെ ദുഷ്പ്രവൃത്തിക്ക് പോകാതിരിക്കുമല്ലോ, വേറെ ദോഷങ്ങൾ ചെയ്യാതിരിക്കുമല്ലോ, പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുമല്ലോ, അതൊരു ഗുണമാണ്. എന്ന് പറഞ്ഞ മാതിരി ഇപ്പോ സദാസമയം നാക്കിൽ നാമജപം വന്നാൽ നമ്മൾ ആരും ചീത്ത പറയില്ലല്ലോ, വഴക്ക് പറയില്ലല്ലോ. അതൊക്കെ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴും നാമം ചൊല്ലൂ എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറയും എപ്പോഴും നാമം ചൊല്ലു, എന്ത് ജോലി ചെയ്യുമ്പോഴും നാമം ചൊല്ലൂ എന്ന്. കാര്യം ജോലി ചെയ്യുമ്പോൾ നാമത്തിന്റെ ശ്രദ്ധ കുറവാണെങ്കിലും ആ സമയം നാക്കുകൊണ്ട് വേറെ പരദൂഷണം പറയുകയോ മോശമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ള ഗുണങ്ങളാണ് ഇതുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ ചിലർ പറയും എന്നെല്ലാം പ്രവൃത്തിയാ ചെയ്യുന്നത്, അയാൾ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യമുണ്ട്? ആ അമ്പലത്തിൽ പോകുന്ന സമയമെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യാതിരിക്കുമല്ലോ. രാവിലെ അരമണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ പലരും പറയും ഇയാളൊക്കെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം, എന്ത് വൃത്തികെട്ട പ്രവൃത്തികളാ ചെയ്യുന്ന ഈ മനുഷ്യന് ദ്രോഹമല്ലാതെ ഒന്നും ചെയ്യാറില്ലല്ലോ, ഇയാൾ എന്തിനാ ഈ അമ്പലത്തിൽ പോണേ? അപ്പൊ നമുക്ക് ആശ്വസിക്കാൻ ഒരു സമയം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നന്നായി അരമണിക്കൂറെങ്കിൽ അയാളുടെ ഉപദ്രവം ഇല്ലാതിരിക്കുമല്ലോ അമ്പലത്തിൽ പോണ സമയം. അപ്പൊ നമ്മൾ വിചാരിക്കും കൂടുതൽ സമയം ഇയാൾ അമ്പലത്തിൽ പോട്ടെ, അത്രയെങ്കിലും മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുമല്ലോ. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, സത്യമാണത്. പിന്നെ പറഞ്ഞ മാതിരി ചിലർ പറയും ഈ ഒത്തിരി ദുഃഖങ്ങളുള്ളവരൊക്കെ പോകുമ്പോൾ പറയും അവര് മറ്റേ ഇന്ന ആളുടെ അടുത്ത് പോയി സഹായം ചോദിച്ചിരുന്നെങ്കിൽ കിട്ടും, ഈ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ആളുടെ അടുത്ത് പോയി കൈ നീട്ടുന്നതിനേക്കാൾ എത്രയും മഹത്തരമാണ് ഭഗവാന്റെ അടുത്ത് പോയി പറയുന്നത്. എല്ലാം അറിയുന്ന ഭഗവാനോട് ഒന്നുകൂടെ നമുക്ക് പറയാലോ. ഏറ്റവും ആശ്രയിക്കേണ്ടത് ആരെയാണ്? എല്ലാവരും അവസാനം വന്ന് ആശ്രയിക്കുന്ന അവിടെ തന്നെയാണ്. ഇപ്പൊ നമ്മള് പത്രത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കോടീശ്വരന്മാരായിട്ട് വന്ന് അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ജയിലിനകത്ത് കിടക്കുന്ന എത്രയോ പേര്. എന്തെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊക്കെ വിളിക്കും, അവസാനം വരുമ്പോ ഒരു വിളിക്കും, വിളിക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ അത് അവസാനത്തേക്ക് ആക്കണ്ട, നേരത്തെ വിളിക്കാലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടും സന്മനസ്സുകൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഈശ്വരന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും, സംശയമൊന്നുമില്ല. ഈശ്വരനെ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗുരുവിന്റെ മാനസിക നിലയാണ് ഇവിടെ പറയണതെന്ന് പറഞ്ഞു. ശിഷ്യം പോയല്ലോ ആശ്വാസം എന്ന് വിചാരിക്കാൻ പാടില്ല, ശിഷ്യം പോയത് കൊണ്ട് എനിക്ക് സങ്കടമാണ് എന്നും വിചാരിക്കാൻ പാടില്ല, സന്തോഷവുമില്ല. പോയല്ലോ എന്ന് പറഞ്ഞ സന്തോഷവുമില്ല, പോയല്ലോ എന്ന് പറഞ്ഞ സങ്കടവുമില്ല. അതാണ് യഥാർത്ഥ പക്വത. പ്രത്യേകിച്ചൊരു വികാരവുമില്ല. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇതാ ലോകത്തിലേക്ക് ഒരു സംഭാവന കൂടെ വന്നിരിക്കുന്നു, ഒരു ശിഷ്യൻ ഇതാ ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്റെ ജീവിതം കൃതാർത്ഥതയായി, ഇപ്പോ കൃതാർത്ഥമായി, ഞാൻ കൃതകൃത്യനായിരിക്കുന്നു, എന്റെ ജോലി ഞാൻ ചെയ്തിരിക്കുന്നു. കൃതകൃത്യത അവിടെ പറയാലോ. ശിഷ്യന് കൃതകൃത്യത നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഗുരുവിന് കൃതകൃത്യത പറയാം. ഞാൻ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു, അവനെ പ്രാപ്തനാക്കി, ഇതാ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷവുമില്ല, പ്രത്യേകിച്ച് സങ്കടവുമില്ല. ഓക്കെ, അതായത് നിറഞ്ഞ മനസ്സ് എന്ന് പറയും. ഗുരു എവിടെയാണ് നിൽക്കുന്നത്? ഗുരുവിന്റെ സ്ഥാനം ശരിക്കും എവിടെയാണ്? ഗുരുവിന്റെ സ്ഥാനം മുക്തപുരുഷനായിട്ടാണ് ഗുരു ഇരിക്കുന്നത്. മുക്തപുരുഷന്റെ മനസ്സ് എങ്ങനെയിരിക്കും? നിറഞ്ഞ മനസ്സ്, പൂർണ്ണ സംതൃപ്തിയുള്ള മനസ്സാണ്. അതാണ് ഗുരു പകർന്നു കൊടുത്തിരിക്കുന്നത് ശിഷ്യന്. അപ്പോ ഗുരു നിറഞ്ഞ മനസ്സോടെ തൻ്റെ ജ്ഞാനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ലോക നന്മ ചെയ്തുകൊണ്ട് ഗുരു അങ്ങനെ കാലം കഴിക്കും. ഗുരുവും അങ്ങനെ കാലം കഴിക്കും. ശിഷ്യനോട് നീ നിന്റെ അറിവിൽ കാലം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഗുരുവും തൻ്റെ അറിവിൽ നിന്നുകൊണ്ട് കാലം കഴിക്കും. അപ്പോ ഗുരുരേവം സദാനന്ദ ഏവം, ഇങ്ങനെ ഈ വിധത്തില് ഗുരു സദാനന്ദ സിദ്ധൗ, സദാനന്ദ സിന്ധൗ. ഇതെന്ത് സിന്ധൗവാണ്? ആനന്ദക്കടൽ. സിന്ധു എന്ന് പറഞ്ഞാൽ കടല്. ആനന്ദ സിന്ധു എന്ന് പറഞ്ഞാൽ ആനന്ദക്കടലിൽ. സിന്ധു എന്ന് പറഞ്ഞാൽ കടൽ, സമുദ്രം എന്നൊക്കെയാണ് അർത്ഥം. സദാനന്ദ സിന്ധു എന്ന് പറഞ്ഞാൽ ആനന്ദക്കടലിൽ. ഈ വിധം ആനന്ദക്കടലിൽ ഏവം ഏവം ഗുരു സദാനന്ദ സിദ്ധു, ഈ വിധം ഗുരു ആനന്ദക്കടലിൽ നിർമഗ്ന മുഴുകി, നിർമഗ്ന മാനസ മനസ്സ് ആനന്ദക്കടലിൽ മുഴുകി, അതായത് എപ്പോഴും ആനന്ദസാഗരത്തിൽ മുങ്ങിയ മനസ്സോടെ എന്ന് പറയാം. സദാനന്ദ ഗുരുരേവം സദാനന്ദ സിന്ധോ നിർമഗ്ന മാനസ,
ഗുരു എപ്പോഴും ആനന്ദസാഗരത്തിൽ മുങ്ങിയ മനസ്സോടെ ഇരുന്നു. എന്നിട്ടോ പാവയൻ വസുധാം സർവാം വിരചാര നിരന്തര. വസുധ ഭൂമി, സർവാം മുഴുവനും, പാവയൻ ശുദ്ധീകരിച്ചുകൊണ്ട്, പവിത്രീകരിച്ചുകൊണ്ട്, അതാണ് പാവയൻ, ശുദ്ധീകരിച്ചുകൊണ്ട് അഥവാ പവിത്രീകരിച്ചുകൊണ്ട്. എന്തിനെ? ഭൂമി മുഴുവൻ പവിത്രീകരിച്ചുകൊണ്ട്. വിചാര, ജീവിതം അങ്ങനെ തുടർന്നു. എങ്ങനെ? എപ്പോ? നിരന്തരം, എപ്പോഴും അങ്ങനെ ജീവിതം തുറന്നുകൊണ്ടിരുന്നു. എങ്ങനെ? സദാനന്ദ സിന്ധൗ, ആനന്ദക്കടലില് നിർമ്മഗ്നമാനസഹ, മനസ്സിനെ ആനന്ദക്കടലിൽ മുക്കിക്കൊണ്ട്, അതായത് ആനന്ദസാഗരത്തിലെ മുങ്ങിയ മനസ്സോടെ എപ്പോഴും ഭൂമി മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ട്, പവിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം തുടർന്നു, ജീവിതം തുടർന്നു. ഗുരു തന്റെ മനസ്സില് ആനന്ദം നിറച്ച് ലോകനന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ജീവിതം നയിക്കുന്നു. തന്റെ പ്രാരബ്ധത്തെ ഈ വിധം തള്ളി നീക്കും. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത്. ഗുരു തന്റെ മനസ്സില് ആനന്ദം നിറച്ച് ലോകനന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ജീവിതം നയിക്കുന്നു. തന്റെ പ്രാരബ്ധത്തെ ഈ വിധം തള്ളി നീക്കുന്നു. നല്ലൊരു ശ്ലോകം. ഗുരുരേവം സദാനന്ദ സിന്ധൗ നിർമ്മഗ്നമാനസഃ പാവയൻ വസുധാം സർവാം വിചാര നിരന്തര. വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ശ്ലോകം കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. 2 ശ്ലോകത്തോടു കൂടി നമ്മുടെ വിവേക ചൂടാമണി 108 ശ്ലോകത്തിലാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. 108 എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 108 2 ബാക്കിയുണ്ട്. അത് രണ്ടും നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം.